പാലക്കാട് വാളയാർ നടുപതി ഉന്നതിയിലെ ജനങ്ങളുടെ യാത്രാക്ലേശത്തിന് പരിഹാരമായി ഇലക്ട്രിക് ബഗ്ഗി വാൻ സമ്മാനിച്ച് ഒലീവിയ ഫൗണ്ടേഷൻ. ഒലീവിയ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ നടുപതിയിൽ രൂപീകരിച്ച സഞ്ജീവനി സ്വയം സഹായ സംഘം പ്രസിഡന്റ് രജതിക്ക് സിനിമാ താരം ദിലീപ് വാഹനത്തിന്റെ താക്കോൽ കൈമാറി. ചടങ്ങിൽ സിനിമാ നിർമ്മാതാവും ജനം TV എക്സിക്യൂട്ടീവ് ചെയർമാനുമായ G. സുരേഷ് കുമാർ മുഖ്യാതിഥിയായി. പൊതുഗതാഗത സൗകര്യമില്ലാത്തതിനാൽ 3 കിലോമീറ്ററോളം കാൽനടയായാണ് തൊഴിലിനും വിദ്യാഭ്യാസത്തിനും ആശുപത്രി സൗകര്യങ്ങൾക്കുമൊക്കെ വാളയാർ നടുപ്പതി വനവാസി ഊരിലെ ജനങ്ങൾ സഞ്ചരിച്ചിരുന്നത്. എന്നാൽ ജനങ്ങളുടെ ഈ ദുരിതം മനസ്സിലാക്കിയാണ് ഒലീവിയ ഫൗണ്ടേഷൻ ഇലക്ട്രിക് ബഗ്ഗി വാഹനം ഊരിലെത്തിച്ചത്. നടുപ്പതി ഗവൺമെന്റ് LP സ്കൂളിൽ നടന്ന പരിപാടിയിൽ സിനിമാ താരം ദിലീപ് വാഹനത്തിന്റെ താക്കോൽ ദാനം നിർവഹിച്ചു. നിങ്ങളെ ഒരു വലിയ ലോകത്തിന്റെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ നിൽക്കുന്ന നിങ്ങൾക്ക് ഒരു വഴികാട്ടിയായിട്ട് ശരിക്കും ഒലീവിയ ഫൗണ്ടേഷൻ വന്നിട്ടുണ്ട്. അതൊരു വലിയ ഭാഗ്യമായി കാണുക. നിങ്ങളുടെ പുരോഗമനങ്ങൾ നിങ്ങൾ വളരണം. കാരണം നിങ്ങൾ നമ്മളെക്കാളൊക്കെ ടാലൻറ്റഡ് ആയിട്ടുള്ള ആളുകളാണ്. നിങ്ങളുടെ ഉള്ളിൽ സംഗീതമുണ്ട്, നിങ്ങളുടെ ഉള്ളിൽ വൈദ്യമുണ്ട്, നിങ്ങളുടെ ഉള്ളിൽ പാചകമുണ്ട്. ഇതിൽ എടുത്തു പറയേണ്ട ദൈവത്തിൻ്റെ 2 കലകൾ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന മക്കളാണ് നിങ്ങൾ. സിനിമാ നിർമ്മാതാവും ജനം TV എക്സിക്യൂട്ടീവ് ചെയർമാനുമായ G. സുരേഷ് കുമാർ പരിപാടിയിൽ മുഖ്യാതിഥിയായി. 10 പേർക്ക് നന്മ ചെയ്യുമ്പോഴാണ് ഓരോരുത്തരുടെയും സമ്പാദ്യത്തിന് വിലയുണ്ടാവുന്നതെന്നും നന്മ ചെയ്യുന്നതാണ് ഏറ്റവും വലിയ ദൈവിക കാര്യമെന്നും അദ്ദേഹം പറഞ്ഞു. വനവാസി സമൂഹം ഉയർത്തെഴുന്നേൽപ്പിന്റെ കാലഘട്ടത്തിലാണെന്ന് നമ്മുടെ രാഷ്ട്രപതി ഉൾപ്പെടെ വനവാസി സമൂഹത്തിൽ നിന്നാണ് എന്നത് ഓർക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വനവാസി സമൂഹം ഏറ്റവും അവഗണിക്കപ്പെടുന്ന കിടന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതൊക്കെ മാറി വരികയാണ്. ഇന്ന് നിങ്ങൾക്കറിയാം, കഴിഞ്ഞ 12 കൊല്ലമായിട്ട് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു പ്രധാനമന്ത്രിയാണ്. അദ്ദേഹത്തിന്റെ കീഴിലുള്ള സർക്കാർ ആണ് ആദ്യമായിട്ട് വനവാസി സമൂഹത്തിൽ നിന്നും ഒരാളെ ഇന്ത്യൻ പ്രസിഡന്റ് ആക്കുന്നത്. ഇന്ത്യയുടെ ഏറ്റവും പരമോന്നത പദവിയിൽ എത്തിയിരിക്കുന്നത് വനവാസി സമൂഹത്തിൽ നിന്ന് എത്തിയ ദ്രൗപദി മുർമു എന്നുള്ള നമ്മുടെ പ്രസിഡന്റാണ്. അപ്പോൾ ആ ലെവലിൽ വരെ നമുക്ക് എത്താൻ പറ്റും എന്നുള്ളതിന്റെ ഒരു തെളിവാണത്. ചടങ്ങിനോടനുബന്ധിച്ച് ഒലീവിയ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് CMD കൃഷ്ണകുമാർ KT, CEO അജിത് കുമാർ വർമ്മ എന്നിവർ ചേർന്ന് ദിലീപിനെയും സുരേഷ് കുമാറിനെയും ആദരിച്ചു. പിന്നാക്ക വിഭാഗങ്ങളുടെ ക്ഷേമത്തിനും വനവാസി സമൂഹത്തിന്റെ സമഗ്ര വികസനത്തിനുമായി ഒലീവിയ ഫൗണ്ടേഷൻ തുടർന്നും പ്രവർത്തിക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഒലീവിയ CEO അജിത് കുമാർ വർമ്മ, ഒലീവിയ ഡയറക്ടർ ജെർലിറ്റ്, ഒലീവിയ അഡ്വൈസർ TH രാമകൃഷ്ണൻ, ചീഫ് പ്രോജക്ട് മാനേജർ ഗൗതം രാമകൃഷ്ണൻ, നടുപ്പതി രാമകൃഷ്ണൻ മൂപ്പൻ, ചിന്നൻ ചെറിയാൻ മൂപ്പൻ, പുതുശ്ശേരി കാർഷിക ഓഫീസർ, സഞ്ജീവനി അംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ജനം, പാലക്കാട്.